ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണാം. ഞാനിവിടെ ഒരു 2 കിലോ കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 20 ദിവസത്തോളം വെള്ളത്തിൽ ഉപ്പിലിട്ട് വെച്ചതാണ്. ഉപ്പിൽ പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, നന്നായി കഴുകിയിട്ട് അതിന് നെട്ടി കളയാതെ നെട്ടി സൈഡ് മാത്രം പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ഉപ്പിലിട്ട് വെക്കണം കേട്ടോ. നല്ല കല്ലുപ്പിട്ട് വെക്കണം. ആ ഉപ്പ് മാങ്ങയിലും ഉപ്പും കൂടി ഇട്ട് വെച്ചാൽ വെള്ളം ഇറങ്ങി ആ വെള്ളമാണ് അപ്പുറത്തിരിക്കണം കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും എടുക്കില്ല. ആ ഉപ്പിൽ വരുമല്ലോ അതിന് വെള്ളം, ആ ഉപ്പിൻ്റെ വെള്ളം കേട്ടോ അതിൽ കാണുന്നത്. അപ്പോൾ ഈ 2 കിലോ മാങ്ങയ്ക്ക് ഞാനിവിടെ ഒരു 100 ഗ്രാം ഉലുവയും 100 ഗ്രാം കടുകും വറുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊടിക്കണം. പിന്നെ ഒരു നല്ലെണ്ണ കേട്ടോ, ഒരു 100 ഗ്രാമിൻ്റെ നല്ലെണ്ണ, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി അതും, പിന്നെ ഒരു കായം കേട്ടോ. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായി ടേസ്റ്റിയായ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഇത് നമ്മൾ ഉപ്പിലിടുമ്പോഴും അതിന് വെള്ളമില്ലാണ്ട് തുടച്ച് വൃത്തിയായി വെള്ളമില്ലാതെ പാത്രത്തിൽ ഇട്ട് വെക്കണം. അതുപോലെ അച്ചാർ ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. വിനാഗിരി ഒന്നും ഒഴിക്കണില്ല. നമ്മുടെ അതിനൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. പക്ഷേ നമ്മൾ വെള്ളമില്ലാത്ത പാത്രത്തിലിട്ട് നേരെ അടച്ച് വെക്കണം കേട്ടോ, കാറ്റ് കടക്കാതെ, അല്ലെങ്കിൽ കേടുവന്ന് പോകും കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഉലുവയും നമ്മുടെ കടുകും നല്ലോണം വറുത്ത് പൊടിച്ചെടുത്തു. പിന്നെ അത് അടുപ്പത്തിൽ ചട്ടി വെച്ചിട്ട് ആ നല്ലെണ്ണ കംപ്ലീറ്റ് ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞ ആ കായമില്ല, 50 ഗ്രാമിൻ്റെ കായം, ആ കായം ഒരു പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി ഇട്ടുള്ളൂ. അത് പിച്ച് നന്നായി വറുത്തെടുക്കുക. വറുത്തിട്ട് അത് നന്നായി പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കരിയാതെ, അത് കരിയരുത് കേട്ടോ. നമ്മുടെ കായം കരിയാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് അത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നന്നായി പൊടിച്ചിട്ട് അതും വേണം കേട്ടോ നമ്മുടെ ഈ അച്ചാറുണ്ടാക്കാൻ. ഇത് നല്ല ടേസ്റ്റിയായ അച്ചാറാണ് കേട്ടോ, ഒരു മായവും ഇല്ലാത്ത നല്ല അച്ചാറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിലൊക്കെ എന്തൊക്കെ ചേർത്തുണ്ടോ എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്കിപ്പോൾ മാങ്ങ സീസണല്ലേ, എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാമല്ലോ. എൻ്റെ വീട്ടിൽ മാങ്ങ നല്ല കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരും. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ടുവന്നാണ് കേട്ടോ കണ്ണിമാങ്ങ. ആ പ്രായത്തിൽ കണ്ണിമാങ്ങയ്ക്ക് ഓരോ സീസൺ ഉണ്ടല്ലോ, ആ സീസണിൽ വാങ്ങി വെച്ചാൽ ഞാൻ നോമ്പിൻ്റെ നോമ്പ് പകുതിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു 10-20 ദിവസമായി കേട്ടോ. ഏകദേശം ഒരു 20 ദിവസമൊക്കെ ആയി. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇതായിട്ട് ആ മാങ്ങ അങ്ങനെ ചുങ്ങി അടിപൊളി, ഒരു കഷ്ണം കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അച്ചാർ ഇട്ടിട്ടും ഏകദേശം ഒരു 10 ദിവസമെങ്കിലും ഇരിക്കണം, എന്നാലാണ് ആ മാങ്ങയിലേക്ക് ഈ എരിവും ടേസ്റ്റും എല്ലാം കൂടി സെറ്റായി റെഡിയായി കിട്ടുള്ളൂ. എന്നിട്ട് എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം സൂക്ഷിച്ച് വയ്ക്കണം. പ്രത്യേകിച്ച് നോക്കും വേണം, ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലാകണം ഇത് നമ്മൾ റെഡിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കായ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കരിയാണ്ട് നല്ല സ്ലിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. കായം കരിഞ്ഞാലൊക്കെ ടേസ്റ്റിന് മാറും. അതുപോലെ തന്നെ ഈ ഉലുവയും കടുക് എടുക്കുന്ന അളവ് കറക്റ്റായി നോക്കണം. ഒരുപാടായാലും നമ്മുടെ ഈ അച്ചാർ കഴിക്കും കേട്ടോ. ഉലുവ കഴിക്കുമല്ലോ, ഉലുവ നന്നായി ഒരുപാടായാൽ അത് നമുക്ക് കഴിക്കും. പിന്നെ അത് നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കായ നന്നായി വറുത്ത് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മളത് കൈ കൊണ്ട് പൊട്ടിച്ച് നോക്കുമല്ലോ, പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പോലെ ഉണ്ടെങ്കിൽ നമുക്കത് പൊടിക്കാം. അല്ലാണ്ട് മറ്റേ ചവ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ പൊടിക്കരുത് കേട്ടോ. ഇത് നല്ല മുരിമുരിയായിട്ട് പൊടിക്കാം, അല്ലെങ്കിൽ അതിൽ ഒട്ടിക്കിടക്കും. അങ്ങനെ ഒട്ടിക്കിടന്നാലും നമ്മുടെ അച്ചാറിൻ്റെ ഒരു ഇതൊക്കെ മാറും കേട്ടോ. കൈ കൊണ്ട് എടുത്തിട്ട് എന്നെ പിന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അച്ചാറുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇത് രണ്ടും കൂടി നടക്കില്ല, വീഡിയോ എടുക്കലും അച്ചാറുണ്ടാക്കുമ്പോൾ ഓരോന്ന് എടുക്കലൊക്കെ ആയിട്ട് പറ്റണില്ല. അപ്പോൾ പിന്നെ ഇളക്കി ഈ കായൊക്കെ വറുത്തിരിക്കുകയാണ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായ അവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പൊടിച്ച് റെഡിയാക്കണം. പിന്നെ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് ഒരു 2 സ്പൂണൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, അത് ഇടണം. പിന്നെ കാശ്മീരി പൊടി ഇടണം കേട്ടോ. കാശ്മീരി പൊടി പറഞ്ഞാൽ നമ്മൾ കളറിനാണ്, കാരണം മായം ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷായ മാങ്ങ അച്ചാറാണല്ലോ. നമ്മൾ കളർ പൊടി ഇട്ടാൽ നല്ല കളർ വരും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ചില്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി ഇട്ടാൽ അത്യാവശ്യം കളർ വന്നിരിക്കും. അങ്ങനെ നമ്മുടെ കായം ഒക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ കൈക്കൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അത് നോക്കുന്നുണ്ട് അത് ആയിക്കണോ എന്നൊക്കെ കേട്ടോ, എന്നിട്ടേ പൊടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാനതൊക്കെ പോയി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ അതേ സെയിം പാൻ, ആ ചട്ടിയിൽ തന്നെ, അതിൽ നല്ലെണ്ണയാണല്ലോ ഒഴിച്ചിരിക്കുന്നത്, ആ എണ്ണയിൽ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടിയും മറ്റേ സാദാ മുളക് പൊടിയും ഇടുക കേട്ടോ. എന്നിട്ട് അത് സ്ലിമ്മാക്കി വെച്ചാൽ മതി. പിന്നെ മാങ്ങ ഇനി വേവിക്കുകയൊന്നും ചെയ്യരുത്. ഇത് ഈ എണ്ണയിൽ ഈ മുളക് പൊടിയും
ഈ കായപ്പൊടിയും ഒലുവയും കടുകും പൊടിച്ചില്ലേ അതും ഈ എണ്ണയിൽ ചൂടായ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മാങ്ങ നന്നായി കൊട്ടി ഇളക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായി ചൂടിയായപ്പോൾ ഞാൻ ആ കാശ്മീരി ചില്ലി പൊടി നല്ല കംപ്ലീറ്റ് കൊട്ടി കേട്ടോ. ഞാനൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് മേടിച്ചത്. അത് കംപ്ലീറ്റ് പൊട്ടിച്ചു. അച്ചാറിന് വേണ്ടി എല്ലാം സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുണ്ടോ സ്ലിമ്മിൽ വെച്ചാൽ നന്നായി ചൂടായിട്ട് വരുന്നത് കേട്ടോ. നന്നായി ഇളക്കി ഇതായി വരണം. ആ എണ്ണയിൽ അത് സെറ്റ് ആവണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ കായപ്പൊടി ഉണ്ടോ, അത് അങ്ങനെ ഉണ്ടാവും കായം പൊടിച്ച കേട്ടോ. നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് കായ ഇങ്ങനെ പൊടിച്ച് വന്നത്. കായത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാക്കൊണ്ടു, അതും വലിയ ഇതുണ്ടാവില്ല കേട്ടോ. അങ്ങനെ കായ കട്ട തന്നെ വാങ്ങിയിട്ട് മാക്സിമം വറുത്ത് പൊടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ അച്ചാർ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ അത് സെറ്റായ ശേഷം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഉലുവയും കടുകും, അതും കൂട്ടുക കേട്ടോ. അതും കംപ്ലീറ്റ് കൂട്ടുക. ഞാൻ 100 ഗ്രാം കടുകും 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. 2 കിലോ മാങ്ങയാണ് ഞാൻ ഇട്ടത്. പക്ഷേ 2 കിലോ മാങ്ങ കൊണ്ടപ്പോൾ ചുങ്ങിയപ്പോൾ അതൊരു 1.5 കിലോനൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അത് കണക്ക് അങ്ങനെയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഇട്ടു കേട്ടോ. നന്നായി ഇളക്കുക കേട്ടോ. ഇതിലൊരു പൊട്ട് പോലെ വെള്ളം ചേർത്തരുത് കേട്ടോ. നമ്മുടെ ആ ഉപ്പിൽ ഇറങ്ങിയിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ഞാൻ ആ മാങ്ങ ഇട്ട് വെച്ച ആ വെള്ളമാണ് കേട്ടോ. അത് ആ ഉപ്പിട്ടത് കുറച്ച് മാങ്ങയിടുക, പിന്നെ ഉപ്പിടുക, പിന്നെ കുറച്ച് മാങ്ങയുടെ ഉപ്പിടുക, അങ്ങനെ സെറ്റ് ഇടയിലിടയിൽ ഉപ്പ് വരണം കേട്ടോ. ആ വെള്ളം മൊത്തം ഇറങ്ങിയതാണ് നിങ്ങളവിടെ കണ്ടത്. പിന്നെ കണ്ട എരിവിന് വേണ്ടി ഞാൻ മറ്റേ സാധാ മുളക് പൊടി നമ്മളെപ്പോഴും യൂസ് ചെയ്യണ ഞാൻ നിർബറിൻ്റെ യൂസ് ചെയ്യണ ആ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മാങ്ങ അതിലേക്ക് കൊട്ടിയിട്ട് നന്നായി ഇളക്കണ്ടോ. നമ്മൾ മാങ്ങയൊക്കെ അടിപൊളിയായിട്ട് ചുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾക്ക് കഞ്ഞിക്കൊക്കെ ഇത് കൂട്ടി അടിപൊളിയാണ് കേട്ടോ. ഈ മാങ്ങ ഇനി അടുത്ത കൊല്ലം വരെ ഇരിക്കും, കാരണം കേട് വരില്ല. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നല്ല കാറ്റ് കിടക്കാണ്. നല്ല ഡപ്പയിലിട്ട് അടച്ച് മൂടി വയ്ക്കുക. തുണിയൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ച് വേണ്ടത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി അങ്ങനെ അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് കേടൊന്നും വരില്ല. നമ്മുടെ അടിപൊളിയായിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, കാരണം ഇളക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടോ, വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ആ അച്ചാർ അങ്ങനെ എടുത്തിട്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് നമ്മുടെ ആ മാങ്ങേൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഉപ്പ് ഇറങ്ങി വന്ന ആ വെള്ളം ഒഴിക്കുക കേട്ടോ. ആ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഇല്ല കേട്ടോ. ഫ്ലെയിം അപ്പോൾ ഓഫാക്കിയതാണ് കേട്ടോ. ആ പൊടികൾ ചൂടായ ശേഷം വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഈ പാങ്ങി ഇതൊക്കെ സെപ്പറേറ്റ് ആയി കൊട്ടണം കേട്ടോ. പിന്നെ മാങ്ങയൊന്നും വേഗരുത്, ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ അവിടെ സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. നന്നായി ഇളക്കിയെടുത്ത് കണ്ടോ വേറെ പാത്രത്തിലേക്ക് മാറ്റി. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.